10th ലെവൽ പ്രീലിംസ് മുൻകാല ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും. ഈ വീഡിയോ ഇഷ്ടമായാൽ (2023) ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കിയ ജീവിതശൈലീ രോഗം ഏതാണ്? ഹൃദ്രോഗം, പ്രമേഹം, ആസ്മ, സ്ട്രോക്ക്. ഉത്തരം ഹൃദ്രോഗം. 2024 ഡെങ്കിപ്പനിയെ മഹാമാരി എപ്പിഡെമിക്സ് ഡിസീസായി പ്രഖ്യാപിച്ച സംസ്ഥാനം കർണാടകയാണ്. ലോകാരോഗ്യ സംഘടന 2024 ഓഗസ്റ്റിൽ പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓൺ ഇൻ്റർനാഷണൽ കൺസേൺ ആയി പ്രഖ്യാപിച്ചത് എംപോക്സ് അതായത് മങ്കിപോക്സ് വൈറസിനെയാണ്. റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ പൊട്ടിപ്പുറപ്പെട്ട മങ്കിപോക്സ് അതിവേഗം മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചതോടെയാണ് ലോകാരോഗ്യ സംഘടന ജാഗ്രതാ നിർദ്ദേശവും അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചത്. ജീവിതശൈലീ രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി അമൃതം ആരോഗ്യം. ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ അമൃത്. ജീവിതശൈലീ രോഗം ഏതാണ്? ഹൃദ്രോഗം, പ്രമേഹം, ആസ്മ, സ്ട്രോക്ക്. ശ്രവണ വൈകല്യം നേരിടുന്ന 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനും അനുബന്ധ സേവനങ്ങളും സൗജന്യമായി ഉറപ്പാക്കുവാനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏത്? ശ്രവണ വൈകല്യം നേരിടുന്ന 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനും അനുബന്ധ സേവനങ്ങളും സൗജന്യമായി ഉറപ്പാക്കുവാനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏത്? ശ്രുതിതരംഗം, ധ്വനി, കാതോരം, ശ്രവൺ. ഉത്തരം ശ്രുതിതരംഗം. കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ധ്വനി. ശ്രവണവൈകല്യം പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിയുകയും സംസാരവും ഭാഷാവികാസവും പ്രാപ്തമാക്കുന്നതിനുമായി സ്കൂൾ വിദ്യാഭ്യാസത്തിന് മുൻപു തന്നെ ഉചിതമായ ഇടപെടലുകൾ നടത്തുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് കാതോരം. കേൾവി പരിമിതി നേരിടുന്നവർക്ക് ഇയർ മോൾഡോടുകൂടിയ ഡിജിറ്റൽ ശ്രവണ സഹായികൾ ലഭ്യമാക്കുന്നതിനായി കേരള വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് ശ്രവൺ. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിൽ എത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം. (2023) ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2023 ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചത് ആർക്ക്? കെ ജയകുമാർ, കെ ബി ശ്രീദേവി, എം കെ സാനു, വി മധുസൂദനൻ നായർ. ഉത്തരം ഡി വി മധുസൂദനൻ നായർ. 2024 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് പി കെ വീരമണിദാസനാണ്. 2024 ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാരം നേടിയത് കലാമണ്ഡലം രാമചാക്യാർ. 2024 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദ്. മലയാള ഭാഷയ്ക്കുള്ള 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തന പുരസ്കാരം നേടിയത് പി കെ രാധാമണി. 2024 പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത് കെ ആർ മീര. 2024 പി ഗോവിന്ദപിള്ള സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം കെ സാനുവിനാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടരെ 2 ഒളിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന എത്രാമത്തെ താരമാണ് നീരജ് ചോപ്ര? സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടരെ 2 ഒളിമ്പിക്സുകളിൽ മെഡൽ നേടുന്ന എത്രാമത്തെ താരമാണ് നീരജ് ചോപ്ര? 1, 2, 3, 4. ഉത്തരം സി 3. ജാവലിൻ ത്രോ താരമായ നീരജ് ചോപ്ര 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ
87.58 മീറ്റർ എറിഞ്ഞ് സ്വർണവും 2024 പാരീസ് ഒളിമ്പിക്സിൽ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡലും നേടി. സുശീൽ കുമാർ 2008, 2012, PV സിന്ധു 2016, 2020 എന്നിവരാണ് നീരജ് ചോപ്രയ്ക്ക് മുൻപ് തുടർച്ചയായ 2 ഒളിമ്പിക്സുകളിൽ മെഡൽ നേടിയവർ. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് മനു ഭാക്കർ ഷൂട്ടിങ്ങിലാണ്. 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡലാണ് മനു ഭാക്കർ നേടിയത്. 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സ്ഡ് ടീമിനത്തിലും മനു ഭാക്കർ വെങ്കല മെഡൽ നേടി. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71, 1 വെള്ളിയും 5 വെങ്കലവുമാണ് നേടിയത്. വ്ളാദിമിർ പുടിൻ എത്രാം തവണയാണ് റഷ്യൻ പ്രസിഡന്റായി വീണ്ടും അധികാരമേറ്റത്? 5-ാം തവണ, 4-ാം തവണ, 3-ാം തവണ, 2-ാം തവണ? വ്ളാദിമിർ പുടിൻ എത്രാം തവണയാണ് റഷ്യൻ പ്രസിഡന്റായി വീണ്ടും അധികാരമേറ്റത്? 5-ാം തവണ, 4-ാം തവണ, 3-ാം തവണ, 2-ാം തവണ? ഉത്തരം എ, 5-ാം തവണ. 2024 മാർച്ചിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ 87% വോട്ട് നേടിയാണ് പുടിൻ ജയിച്ചത്. ബോറിസ് യെൽത്സിൻ പ്രസിഡന്റായിരിക്കെ പുടിൻ 1999 റഷ്യൻ പ്രധാനമന്ത്രിയായി. യെൽത്സിൻ രാജിവെച്ചതിനെ തുടർന്ന് പുടിൻ ആക്ടിംഗ് പ്രസിഡന്റും തുടർന്ന് പ്രസിഡന്റുമായി. രാജ്യാന്തര റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ 2024 പുലിറ്റ്സർ അവാർഡ് നേടിയത് ആര്? രാജ്യാന്തര റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ 2024 പുലിറ്റ്സർ അവാർഡ് നേടിയത് ന്യൂയോർക്ക് ടൈംസ്, ദി വാൾ സ്ട്രീറ്റ് ജേണൽ, വോയിസ് ഓഫ് അമേരിക്ക, ദി വാഷിംഗ്ടൺ പോസ്റ്റ്? ഉത്തരം ന്യൂയോർക്ക് ടൈംസ്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തെക്കുറിച്ചും ഗാസയിലെ ഇസ്രായേൽ തിരിച്ചടിയെക്കുറിച്ചും ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തെക്കുറിച്ചും ഗാസയിലെ ഇസ്രായേൽ തിരിച്ചടിയെക്കുറിച്ചും സമഗ്രമായ വാർത്തകൾ നൽകിയതിനാണ് പുരസ്കാരം. അന്വേഷണാത്മക റിപ്പോർട്ടിംഗിൽ ന്യൂയോർക്ക് ടൈംസിലെ ഹന്ന ഡ്രയർ ആണ് പുരസ്കാര ജേതാവ്. ബ്രേക്കിംഗ് ന്യൂസ് ഫോട്ടോഗ്രാഫി വിഭാഗത്തിൽ റോയിട്ടേഴ്സ് പുരസ്കാരം നേടി. ഫിക്ഷൻ വിഭാഗത്തിൽ ജെയിൻ ആൻ ഫിലിപ്സ് രചിച്ച നോവൽ നൈറ്റ് വാച്ച് പുരസ്കാരം നേടി. 2024 സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ വിമാനത്താവളം ഏതാണ്? കൊച്ചി രാജ്യാന്തര വിമാനത്താവളം, തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം, കോഴിക്കോട് രാജ്യാന്തര വിമാനത്താവളം, കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം? 2024 സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ വിമാനത്താവളം ഏതാണ്? കൊച്ചി രാജ്യാന്തര വിമാനത്താവളം, തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം, കോഴിക്കോട് രാജ്യാന്തര വിമാനത്താവളം, കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം? ഉത്തരം കൊച്ചി രാജ്യാന്തര വിമാനത്താവളം. 1999 മെയ് 25 കൊച്ചി രാജ്യാന്തര വിമാനത്താവളം രാഷ്ട്രപതി കെ.ആർ. നാരായണൻ ഉദ്ഘാടനം ചെയ്തത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ആരംഭിച്ച രാജ്യത്തെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം. ലോകത്തെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ വിമാനത്താവളവുമാണ് സിയാൽ എന്നറിയപ്പെടുന്ന കൊച്ചി രാജ്യാന്തര വിമാനത്താവളം. കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്ന കോശാംഗം? കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്ന കോശാംഗം മൈറ്റോകോൺട്രിയോൺ, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഫേനം? ഉത്തരം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്ന ഭാഗം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഊർജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്ന കോശാംഗം മൈറ്റോകോൺട്രിയോൺ. കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം റൈബോസോം. ടോണോബ്ലാസ്റ്റ് എന്ന സവിശേഷ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാംഗം ഫേനം.
ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം. ഗോൾജി കോംപ്ലക്സ്. അടുത്തുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാമെങ്കിലും അകലെയുള്ളവ വ്യക്തമായി കാണാൻ കഴിയാത്ത കണ്ണിൻ്റെ വൈകല്യം. അടുത്തുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാമെങ്കിലും അകലെയുള്ളവ വ്യക്തമായി കാണാൻ കഴിയാത്ത കണ്ണിൻ്റെ വൈകല്യം. ഹ്രസ്വദൃഷ്ടി, വെള്ളെഴുത്ത്, ദീർഘദൃഷ്ടി, ഗ്ലോക്കോമ. ഉത്തരം ഹ്രസ്വദൃഷ്ടി. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ്. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത വൈകല്യം ദീർഘദൃഷ്ടി. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ്. വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ്. സീലിയറി പേശികളുടെ ക്ഷമത കുറവുള്ളവർക്ക് പവർ ഓഫ് അക്കോമഡേഷനുള്ള കഴിവ് കുറയുന്ന അവസ്ഥ വെള്ളെഴുത്ത്. ഒരു സമൃദ്ധവ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും എന്ന് പ്രസ്താവിക്കുന്ന നിയമം. ഒരു സമൃദ്ധവ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും എന്ന് പ്രസ്താവിക്കുന്ന നിയമം. പ്ലവന തത്വം, ആർക്കിമീഡീസ് തത്വം, പാസ്കൽ നിയമം, ബോയിൽസ് നിയമം. ഉത്തരം പാസ്കൽ നിയമം. പാസ്കൽ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ബ്ലെയ്സ് പാസ്കൽ. ബ്ലെയ്സ് പാസ്കലിനോടുള്ള ബഹുമാനാർത്ഥമാണ് മർദ്ദത്തിൻ്റെ യൂണിറ്റിന് പാസ്കൽ എന്നു പേര് നൽകിയിരിക്കുന്നത്. ഒരു പ്രതലത്തിന് ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലം വ്യാപകമർദ്ദം. നിത്യജീവിതത്തിൽ പാസ്കൽ നിയമം അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, മണ്ണുമാന്തി യന്ത്രം, ഹൈഡ്രോളിക് ലിഫ്റ്റ്. LPGയിലെ മുഖ്യ ഘടകം. LPGയിലെ മുഖ്യ ഘടകം മീഥേൻ, ഈഥേൻ, പ്രോപ്പെയ്ൻ, ബ്യൂട്ടെയ്ൻ. ഉത്തരം ഡി ബ്യൂട്ടെയ്ൻ. ഗാർഹിക LPGയിൽ വാതക ചോർച്ച തിരിച്ചറിയാനായി കലർത്തുന്ന വാതകം ഈഥൈൽ മെർക്യാപ്റ്റൻ. LNG, CNG എന്നിവയിലെ പ്രധാന ഘടകം മീഥേൻ. ബയോഗ്യാസിലെ പ്രധാന ഘടകങ്ങൾ മീഥേൻ, കാർബൺ ഡൈ ഓക്സൈഡ്. 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിൻ്റെ അളവാണ് ആ ഇന്ധനത്തിൻ്റെ കലോറിക മൂല്യം. ഉയർന്ന കാലോറിക മൂല്യമുള്ള ഇന്ധനം ഹൈഡ്രജൻ. മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമായാൽ അവയെ വേർതിരിക്കുന്ന പ്രക്രിയ. മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമായാൽ അവയെ വേർതിരിക്കുന്ന പ്രക്രിയ. അരിക്കൽ, ബാഷ്പീകരണം, സ്വേദനം, തെളിയൂറ്റൽ. ഉത്തരം സി സ്വേദനം. ജലവും അസറ്റോണും കലർന്ന മിശ്രിതം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന രീതി സ്വേദനം. എഥനോൾ, മെഥനോൾ എന്നിവയുടെ മിശ്രിതം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ആംശിക സ്വേദനം. മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ അവയെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ആംശിക സ്വേദനം. ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പിനോടൊപ്പം ശുദ്ധജലം വേർതിരിച്ചെടുക്കുന്ന മാർഗം സ്വേദനം. ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോൾ, നാഫ്ത തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ. മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിൻ്റെ അയിരിനെ സാന്ദ്രണം ചെയ്യുന്ന രീതി. മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിൻ്റെ അയിരിനെ സാന്ദ്രണം ചെയ്യുന്ന രീതി. ലെവിഗേഷൻ, പ്ലവന പ്രക്രിയ, കാന്തിക വിഭജനം, ലീച്ചിങ്. ഉത്തരം കാന്തിക വിഭജനം. അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവമുണ്ടെങ്കിൽ സാന്ദ്രണം ചെയ്യുന്ന മാർഗം കാന്തിക വിഭജനം. അപദ്രവ്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോൾ ഉപയോഗിക്കുന്ന പ്രക്രിയ പ്ലവന പ്രക്രിയ.
സൾഫൈഡ് അയിരുകളെ സാന്ദ്രണം ചെയ്യുന്ന രീതി പ്ലവന പ്രക്രിയ. ബോക്സൈറ്റിനെ സാന്ദ്രണം ചെയ്യുന്ന രീതി ലീച്ചിങ്. DNA-യിലെ നൈട്രജൻ ബേസുകളിൽ ഉൾപ്പെടാത്തത്. DNA-യിലെ നൈട്രജൻ ബേസുകളിൽ ഉൾപ്പെടാത്തത് അഡിനിൻ, തൈമിൻ, യുറാസിൻ, ഗ്വാനിൻ. ഉത്തരം യുറാസിൽ. DNA-യുടെ എക്സ്റേ റിഫ്രാക്ഷൻ ചിത്രം എടുത്ത ശാസ്ത്രജ്ഞ റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ. DNA-യുടെ ചുറ്റുഗോവണി മാതൃക അവതരിപ്പിച്ചത് ജെയിംസ് വാട്സൺ ഫ്രാൻസിസ് ക്രിക്ക്. DNA തന്മാത്ര ന്യൂക്ലിയോടൈഡുകൾ എന്ന യൂണിറ്റുകൾ ചേർന്നാണ് ഉണ്ടാക്കുന്നത്. DNA-യിൽ ഗ്വാനിനുമായി ജോഡി ചേരുന്ന നൈട്രജൻ ബേസ് സൈറ്റോസിൻ. DNA-യിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഡീഓക്സിറൈബോസ് പഞ്ചസാര. കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന സന്ധി. കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന സന്ധി ഗോളരസന്ധി, വിജാഗിരി സന്ധി, കീലസന്ധി, തെന്നി നീങ്ങുന്ന സന്ധി. ഉത്തരം വിജാഗിരി സന്ധി. അസ്ഥിയുടെ അഗ്രങ്ങൾ തെന്നി നീങ്ങുന്ന തരത്തിലുള്ള സന്ധി ഗ്ലൈഡിംഗ് സന്ധി, തെന്നി നീങ്ങുന്ന സന്ധി. കൈക്കുഴയിലും കാൽക്കുഴയിലും കാണപ്പെടുന്ന സന്ധി തെന്നി നീങ്ങുന്ന സന്ധി. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന തരത്തിലാണെങ്കിൽ അത് കീലസന്ധിയാണ്. കീലസന്ധി കാണപ്പെടുന്ന ശരീരഭാഗം കഴുത്താണ്. തോളെല്ലിലും ഇടുപ്പെല്ലിലും കാണപ്പെടുന്ന സന്ധി ഗോളരസന്ധി. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ അരിസ്റ്റോട്ടിൽ, തിയോഫ്രാസ്റ്റസ്, ജോൺ റേ, കാൾ ലിനേയ്സ്. ഉത്തരം ജോൺ റേ. ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിൽ. സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്നിങ്ങനെ തരംതിരിച്ച ശാസ്ത്രജ്ഞൻ തിയോഫ്രാസ്റ്റസ്. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കാൾ ലിനേയസ്. വർഗീകരണത്തിലെ അടിസ്ഥാന ഘടകം സ്പീഷീസ്. കാൾ ലിനേയസിൻ്റെ വർഗീകരണ തലങ്ങൾ സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിംഗ്. ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ജീവിബന്ധം. ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ജീവിബന്ധം. പരാദജീവനം, കമേൻസലിസം, മ്യൂച്വലിസം, മത്സരം. ഉത്തരം കമേൻസലിസം. മാവും മരവാഴയും കമേൻസലിസത്തിന് ഉദാഹരണമാണ്. രണ്ട് ജീവികൾക്കും ഗുണകരമായ ജീവിബന്ധം മ്യൂച്വലിസം. പൂവും പൂമ്പാറ്റയും മ്യൂച്വലിസത്തിന് ഉദാഹരണമാണ്. തുടക്കത്തിൽ രണ്ടിനും ദോഷകരവും പിന്നീട് ജയിക്കുന്നവയ്ക്ക് ഗുണകരവുമായ ജീവിബന്ധം മത്സരം. നെല്ലും കളകളും മത്സരത്തിന് ഉദാഹരണമാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് ഗ്രാമസഭയുടെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും വ്യക്തമാക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് ഗ്രാമസഭയുടെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും വ്യക്തമാക്കുന്നത്? ആർട്ടിക്കിൾ 243 എ, ആർട്ടിക്കിൾ 40 എ, ആർട്ടിക്കിൾ 40 ബി, ആർട്ടിക്കിൾ 243 ബി. ഉത്തരം ആർട്ടിക്കിൾ 243 എ. ഒരു പഞ്ചായത്തിലെ ഓരോ വാർഡും ഓരോ ഗ്രാമസഭയാണ്. വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. ഗ്രാമസഭയുടെ കൺവീനർ വാർഡ് മെമ്പർ. പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാനം ഗ്രാമസഭയാണ്. ഗ്രാമങ്ങളിൽ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയാണ് ഗ്രാമസഭ. കൂട്ടുത്തരവാദിത്തം എന്നത് ഏത് ഭരണകൂടത്തിൻ്റെ സവിശേഷതയാണ്? കൂട്ടുത്തരവാദിത്തം എന്നത് ഏത് ഭരണകൂടത്തിൻ്റെ സവിശേഷതയാണ്? പ്രസിഡൻഷ്യൽ സംവിധാനം, ഏകീകൃത സംവിധാനം, ഫെഡറൽ സംവിധാനം, പാർലമെൻ്ററി സംവിധാനം. ഉത്തരം പാർലമെൻ്ററി സംവിധാനം. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് പാർലമെൻ്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായമാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനമാണ് പാർലമെൻ്ററി ഭരണ സമ്പ്രദായം. പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല നിയമനിർമ്മാണമാണ്. കൂട്ടുത്തരവാദിത്തം എന്നത് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. കേന്ദ്രത്തിൽ പാർലമെൻറ്റ് പോലെ സംസ്ഥാനങ്ങളെ സംസ്ഥാന നിയമസഭകളാണ്.
കൂറുമാറ്റത്തിൻ്റെ പേരിൽ പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ അയോഗ്യരാക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ താഴെ പറയുന്ന ഏത് പട്ടികയിലാണ് അടങ്ങിയിരിക്കുന്നത്? 10-ാം പട്ടിക, 4-ാം പട്ടിക, 6-ാം പട്ടിക, 8-ാം പട്ടിക. ഉത്തരം 10-ാം പട്ടിക. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 8 പട്ടികകളാണ് ഉണ്ടായിരുന്നത്. നിലവിൽ 12 പട്ടികകളുണ്ട്. ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് പട്ടിക 7-ലാണ്. 1951 1-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഭൂപരിഷ്കരണ നിയമങ്ങൾ 9-ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. പഞ്ചായത്തുകളുടെ അധികാരവും ഉത്തരവാദിത്തവും പ്രതിപാദിക്കുന്നത് പട്ടിക 11-ലാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ ആണ് പാർലമെൻറ്റിനും സംസ്ഥാന നിയമസഭയ്ക്കും ഇടയിൽ നികുതി ഉൾപ്പെടെയുള്ള നിയമനിർമ്മാണ അധികാരങ്ങൾ അനുവദിക്കുന്നത്? ആർട്ടിക്കിൾ 246, ആർട്ടിക്കിൾ 265, ആർട്ടിക്കിൾ 280, ആർട്ടിക്കിൾ 285. ഉത്തരം ആർട്ടിക്കിൾ 246. ഇന്ത്യൻ ഭരണഘടനയിൽ കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 11-ലാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 11-ൽ ഉൾപ്പെടുന്ന അനുച്ഛേദങ്ങൾ 245 മുതൽ 263 വരെയാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ നിയമനിർമ്മാണപരമായ ബന്ധങ്ങൾ, ഭരണപരമായ ബന്ധങ്ങൾ, സാമ്പത്തിക ബന്ധങ്ങൾ എന്നിങ്ങനെ 3 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമിടയിൽ നിയമനിർമ്മാണ വിഷയങ്ങളുടെ 3 തലത്തിലുള്ള വിതരണം ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നു. അവയാണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവ. നിയമപരമായ അധികാരം മുഖേനയല്ലാതെ ഒരു നികുതിയും ഈടാക്കാനോ പിരിക്കാനോ പാടില്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 265. നിയമസഭയുടെ ഇരുസഭകളും പാസാക്കിയ ബില്ലിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കേണ്ടതില്ലെന്ന് ഇന്ത്യൻ രാഷ്ട്രപതി തീരുമാനിക്കുമ്പോൾ അത് അറിയപ്പെടുന്നത് സമ്പൂർണ്ണ വീറ്റോ, സസ്പെൻസീവ് വീറ്റോ, പോക്കറ്റ് വീറ്റോ, ക്വാളിഫൈഡ് വീറ്റോ. ഉത്തരം പോക്കറ്റ് വീറ്റോ. ഒരു ബില്ല് പ്രസിഡന്റ് ഒപ്പിടുകയോ നിരസിക്കുകയോ ചെയ്യാതെ കൈവശം വച്ച് നിയമമാക്കാതെ തടയുന്നതിലുള്ള പ്രസിഡന്റിൻ്റെ അധികാരമാണ് പോക്കറ്റ് വീറ്റോ. വീറ്റോ എന്ന ലാറ്റിൻ പദത്തിനർത്ഥം തടയുക എന്നാണ്. ബില്ലുകൾ പൂർണ്ണമായും നിരസിക്കുന്നതിനുള്ള പ്രസിഡന്റിൻ്റെ അധികാരമാണ് അബ്സല്യൂട്ട് വീറ്റോ. പ്രസിഡന്റിൻ്റെ കൈവശം എത്തുന്ന ബില്ലുകൾ വീണ്ടും പാർലമെൻറ്റിൻ്റെ പരിഗണനയ്ക്ക് അയക്കാനുള്ള പ്രസിഡന്റിൻ്റെ അധികാരമാണ് സസ്പെൻസീവ് വീറ്റോ. ഭരണഘടനാ ഭേദഗതി ബില്ലുകളിൽ പ്രസിഡന്റിനുണ്ടായിരുന്ന വീറ്റോ അധികാരം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി 24-ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഏത് ആർട്ടിക്കിളാണ് വിവരിച്ചിരിക്കുന്നത്? ആർട്ടിക്കിൾ 368, ആർട്ടിക്കിൾ 365, ആർട്ടിക്കിൾ 367, ആർട്ടിക്കിൾ 369. ഉത്തരം ആർട്ടിക്കിൾ 368. ഭരണഘടനാ വകുപ്പുകളിൽ മാറ്റം വരുത്തുകയോ പുതിയവ കൂട്ടിച്ചേർക്കുകയോ നിലവിലുള്ള ഏതെങ്കിലും വകുപ്പുകൾ റദ്ദാക്കുകയോ ചെയ്യുന്നതാണ് ഭരണഘടനാ ഭേദഗതി. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 20-ലാണ്. ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം സ്വീകരിച്ചിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ക്യാബിനറ്റ് ആർക്കിലെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ലോർഡ് മോർലി, ഹെർബർട്ട് മാരിസൺ, H.J. ലാസ്കി ജെന്നിങ്സ്. ഉത്തരം ലോർഡ് മോർലി. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഗവൺമെൻറ്റിൻ്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് 75 പ്രധാനമന്ത്രിയുടെ നിയമനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. തുല്യരിൽ ഒന്നാമൻ, ക്യാബിനറ്റ് ആർക്കിൻ്റെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ്. പാർലമെൻറ്റിൽ അംഗമല്ലാത്ത ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ സാധിക്കും. പ്രധാനമന്ത്രിയായി 6 മാസത്തിനകം ലോക്സഭയിലോ രാജ്യസഭയിലോ തിരഞ്ഞെടുപ്പിലൂടെ അംഗത്വം നേടിയിരിക്കണം. ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു, ഡോക്ടർ B.R. അംബേദ്കർ, K.M. മുൻഷി,
എം.എൻ. റോയ്. ഉത്തരം എം.എൻ. റോയ്. ഇന്ത്യയ്ക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം എം.എൻ. റോയ് മുന്നോട്ട് വച്ചത് ദി ഇന്ത്യൻ പേട്രിയറ്റ് എന്ന പത്രത്തിലൂടെയാണ്. ഇന്ത്യയ്ക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനം 1935 ബോംബെ സമ്മേളനമാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏത്? കുന്തിപ്പുഴ, ഭാരതപ്പുഴ, ഭവാനി, പാമ്പാർ. ഉത്തരം കുന്തിപ്പുഴ. ഭാരതപ്പുഴയുടെ പോഷക നദിയായ തൂതപ്പുഴയിലേക്കാണ് കുന്തിപ്പുഴ ഒഴുകിയെത്തുന്നത്. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ഏക ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കുന്തിപ്പുഴയുടെയും സൈലന്റ് വാലിയുടെയും നാശത്തിന് കാരണമാകുമെന്നതിനാൽ ഉപേക്ഷിക്കപ്പെട്ട ജലവൈദ്യുത പദ്ധതിയാണ് പാത്രക്കടവ് പദ്ധതി. സൈലന്റ് വാലിയിലൂടെ പ്രവേശന കവാടമായ മുക്കാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് ഭവാനി. അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദിയാണ് ശിരുവാണി. ശിരുവാണിപ്പുഴ ഭവാനിയുടെ പോഷക നദിയാണ്. ഭവാനിയുടെ മറ്റൊരു പോഷക നദിയാണ് വരകാറ്. കോയമ്പത്തൂരിലേക്ക് ശുദ്ധജല വിതരണത്തിനായി കേരളത്തിൽ നിർമ്മിച്ച അണക്കെട്ടായ ശിരുവാണി ഡാം ശിരുവാണിപ്പുഴയിലാണ്. ഭവാനി, പാമ്പാർ, കബനി എന്നിവയാണ് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ. ഭവാനി പാലക്കാട് ജില്ലയിലും പാമ്പാർ ഇടുക്കി ജില്ലയിലും കബനി വയനാട് ജില്ലയിലുമാണ് കേരളത്തിലൂടെ ഒഴുകുന്നത്. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ, സ്കർവി, ഗോയിറ്റർ, അനീമിയ. ഉത്തരം കണ. വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമമാണ് കാൽസിഫെറോൾ. ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും. ജീവകം എ നിശാന്തത സിറോഫ്താൽമിയ. ജീവകം B1 ബെറിബെറി. ജീവകം B3 പെലഗ്ര. ജീവകം B9 മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ജീവകം B12 പെർനീഷ്യസ് അനീമിയ. ജീവകം C സ്കർവി. ജീവകം E വന്ധ്യത. ജീവകം K ഹീമോഫീലിയ. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ ആരാണ്? അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി, ആലി മുസ്ലിയാർ, മുഹമ്മദ് അബ്ദുറഹിമാൻ ഖാൻ, അബ്ദുൽ ഗാഫർ ഖാൻ. ഉത്തരം വക്കം അബ്ദുൽ ഗാഫർ മൗലവി. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവി അറിയപ്പെടുന്നു. NNDP മാതൃകയിൽ വക്കം മൗലവി ആരംഭിച്ച സംഘടനയാണ് ഇസ്ലാം ധർമ്മപരിപാലന സംഘം. മുസ്ലിം 1906, അൽ ഇസ്ലാം 1918, ദീപിക 1931 തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ്. മലബാർ കലാപത്തിൻ്റെ നേതാക്കളിൽ ഒരാളാണ് ആലി മുസ്ലിയാർ. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതി ഏത്? സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതി ഏത്? കാരുണ്യ, ആർദ്രം, താലോലം ഇവയൊന്നുമല്ല. ഉത്തരം ബി ആർദ്രം. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി. മാരക രോഗങ്ങളുടെ ചികിത്സയ്ക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കാരുണ്യ. ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ തുടങ്ങിയവയാണ് കാരുണ്യ പദ്ധതിയുടെ കീഴിൽ വരുന്ന രോഗങ്ങൾ. അർബുദത്തെ നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ബോധവൽക്കരണ പരിപാടിയാണ് സ്വാസ്ഥ്യം.